ബ്ലേഡ് മാഫിയയിൽ നിന്നും ലോൺ ആപ്പിൽ നിന്നും പണം വായ്പയെടുത്തവരുടെ ദുരനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇക്കാലത്ത് എളുപ്പത്തിൽ പണം കടമെടുക്കാനുള്ള ഉപാധിയായാണ് പലരും ലോൺ ആപ്പുകളെ കാണുന്നത്. എന്നാൽ ഒരിക്കൽ പണം വായ്പയെടുത്താൽ പിന്നെ ജീവിതം കുരുക്കിലാകുമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കോഴിക്കോട് വടകരയിൽ ഒരാഴ്ച മുൻപ് കാണാതായ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ കഥയൊന്ന് പരിശോധിക്കാം. ലോൺ ആപ്പ് ബ്ലേഡ് മാഫിയകളുടെ ഭീഷണിയെ തുടർന്നാണ് യുവാവ് നാടുവിട്ടത്. യുവാവിൻ്റെ തിരോധാനം വീട്ടുകാരിലും പ്രിയപ്പെട്ടവരിലും ഉണ്ടാക്കിയ ആശങ്ക ചെറുതൊന്നുമല്ല. കുടുംബത്തിൻ്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് ഒടുവിൽ വിഷ്ണുവിനെ കണ്ടെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഈ മാസം 13-നാണ് വിഷ്ണുവിനെ കാണാതായത്. ലോൺ ആപ്പിൽ നിന്ന് ഇയാൾ വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് വിഷ്ണു ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഇതിനിടെ ബ്ലേഡ് ഇടപാടുകാരിൽ നിന്നും കടം വാങ്ങി. ഈ പണം തിരികെ ലഭിക്കുന്നതിനായി ബ്ലേഡുകാരും ഫോൺ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് വിഷ്ണു നാടുവിട്ടത്. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായിരുന്നില്ല. രാവിലെ നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ സഹയാത്രികന്റെ ഫോൺ വാങ്ങി സഹോദരനെ വിളിച്ചതാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. താൻ ജീവനോടെ ഉണ്ടെന്നും പ്രതിസന്ധി ഉള്ളതിനാൽ നാട്ടിലേക്കില്ലെന്നും വിഷ്ണു അറിയിച്ചു. എന്നാൽ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് പയ്യന്നൂർ സ്റ്റേഷനിൽ ഇറക്കുകയായിരുന്നു. ഇയാൾ പയ്യന്നൂരിലെത്തിയ വിവരം കുടുംബാംഗങ്ങൾ തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിച്ചത്. തുടർന്ന് പോലീസ് വിശദമായ മൊഴിയെടുത്ത ശേഷം വിഷ്ണുവിനെ വടകരയിലെ വീട്ടിലെത്തിച്ചു. വിഷ്ണു ലോൺ എടുത്തത് എംപോക്കറ്റ് ലോൺ ആപ്പിൽ നിന്നാണെന്ന് പോലീസ് വ്യക്തമാക്കി. 22,000 രൂപ ആപ്പിൽ തിരിച്ചടച്ചിരുന്നു. ലോൺ എടുത്ത പണത്തിൽ കൂടുതൽ തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. ഇത് നൽകാനാകാതെ വന്നതോടെയാണ് നാടുവിട്ടത്. ആപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണ്. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായില്ലെന്നും പോലീസ് പറഞ്ഞു. ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ഈ കുട്ടിക്ക് മുമ്പ് ഒരു ഫ്രോഡ് ലോൺ ആപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഹരാസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഏതാണ്ട് 8 മാസം മുമ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. തുടർന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുള്ളതായും അതിനെ തുടർന്നുള്ള മാനസിക പ്രയാസത്തിലാണ് നാടുവിട്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലോൺ ആപ്പിന്റെയും ബ്ലേഡ് മാഫിയയുടെയും ഭീഷണിയെ തുടർന്നാണ് നാടുവിട്ടതെന്നാണ് വിഷ്ണുവിന്റെ മൊഴി. മഡ്ഗാവ്, രത്നഗിരി, ഉടുപ്പി എന്നിവിടങ്ങളിൽ താമസിച്ചുവെന്നും ഉടുപ്പിയിൽ വെച്ച് ഫോൺ മോഷണം പോയെന്നും വിഷ്ണു പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.